ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് റോക്കി സുബിൻ. നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ മുമ്പുള്ള ആ ഒരു മെസ്സേജിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. സ്പിരിച്വൽ പൊസഷനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ മെസ്സേജിലൊക്കെ നമ്മൾ ഒരു ഈവിൽ സ്പിരിറ്റിൻ്റെ ഒരു പൊസഷൻ, അത് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ്, അതേപോലെ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് ഒരു വ്യക്തിയിലേക്ക് ഒരു ഈവിൽ സ്പിരിറ്റ് ഒരു പൊസസ്ഡ് ആവുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. കാരണം ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയിലേക്ക് എങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഒരു ഈവിൽ സ്പിരിറ്റിന് പൊസസ്ഡ് ആവാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഒരു ദുഷ്ടാരൂപിക്ക് ഒരു വ്യക്തിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു ദുഷ്ടാരൂപിക്ക് ആ വ്യക്തിയിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ പ്രവൃത്തിയിൽ നിരന്തരമായി കഴിയുമ്പോൾ ആണ് ഒരു ദുഷ്ടാരൂപി ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വ്യക്തി നിരന്തരം ആ ഒരു പാപത്തിൻ്റെ ആ ഒരു പ്രവൃത്തി തന്നെ ആവുമ്പോൾ ആ വ്യക്തിയിലുള്ള ദൈവ ചൈതന്യം, ദൈവ തേജസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ദൈവ തേജസ് കുറഞ്ഞ് ആത്മീയമായിട്ട് ബലമില്ലാതെ, ആത്മീയ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഒരു ദുഷ്ടാരൂപിക്ക് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പാപങ്ങളിൽ മുഴുകി മനുഷ്യൻ അവൻ്റെ ചൈതന്യം, അവൻ്റെ ദൈവിക തേജസ് എത്രമാത്രം നഷ്ടപ്പെടുത്തുന്നോ അത്രമാത്രം ഒരു ദുഷ്ടാരൂപിക്ക് ആ വ്യക്തിയിൽ ഇറങ്ങിച്ചെല്ലാനും ആ വ്യക്തിയിൽ വസിച്ചുകൊണ്ട് ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്വാധീനം ചെലുത്താനായിട്ടും സാധിക്കും. അപ്പോൾ പലതരത്തിലുള്ള പാപങ്ങളും അതേപോലെ തന്നെ നിരാശയുടെ അവസ്ഥ, അതൊരു പക്ഷേ ആ വ്യക്തിയുടെ തീർച്ചയായിട്ടും ആ വ്യക്തി ചെയ്യുന്നൊരു പാപമല്ലായിരിക്കാം എങ്കിൽ കൂടി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന പല സാഹചര്യങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ദൈവത്തിലുള്ള ആശ്രയമില്ലായ്മ കൊണ്ടും വരുന്ന നിരാശ. അപ്പോൾ ഈ നിരാശ എന്ന് പറയുന്നൊരു കാര്യവും തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ആത്മീയ ഊർജം ചോർത്തിക്കളയുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ആത്മീയ ഊർജം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ദുഷ്ടാരൂപി ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ദുഷ്ടാരൂപി ഈ വ്യക്തിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ആ ദുഷ്ടാരൂപി ആ വ്യക്തിയിൽ സ്വാധീനം ചെലുത്താനും ആ ദുഷ്ടാരൂപിയുടെ സ്വഭാവം അനുസരിച്ചുള്ള ഊർജം, ആ ദുഷ്ടാരൂപിയുടെ സ്വഭാവം അനുസരിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജം ആ വ്യക്തിയിലേക്ക് കൂടുതൽ ആഗിരണം ചെയ്തുകൊണ്ട് കാലക്രമേണ ആ വ്യക്തിയെ നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് നയിക്കും. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ഊർജം ഈ വ്യക്തിയിലേക്ക് ഈ ദുഷ്ടാരൂപി കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്ത് ആഗിരണം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് ഈ വ്യക്തിക്ക് ദൈവത്തിലേക്ക് അടുക്കാനും പ്രയാസമായിരിക്കും. കാരണം ദൈവികമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യം ഈ വ്യക്തിക്ക് കുറയും. അതേപോലെ നെഗറ്റീവായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള പാപത്തിനോ അല്ലെങ്കിൽ തിന്മക്കോ ഈ വ്യക്തി അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള ചായ്വ് ഈ വ്യക്തിയിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ദുഷ്ടാരൂപിയുടെ ഒരു ലക്ഷ്യമെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയിലാണോ ഈ അരൂപി പ്രവേശിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ ആത്മീയമായിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ വ്യക്തി എല്ലാ തലത്തിലും, അതായത് ഭൗതിക തലത്തിലും മാനസികമായിട്ടും ആത്മീയമായിട്ടും ക്രമേണ പതിയെ പതിയെ ആ ഒരു നാശത്തിൻ്റെ അവസ്ഥയിലേക്കാണ് ആ വ്യക്തി എത്തിച്ചെല്ലുന്നത്. ഇനി ഇങ്ങനെ ഒരു പൊസസ്ഡ് ആയ വ്യക്തി അതിലും രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കും, രണ്ട് തരത്തിൽ കാണാൻ സാധിക്കും. അതായത് ഇങ്ങനെ ഒരു പൊസഷൻ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് സ്വയം അവെയർനെസ് ഉള്ള വ്യക്തികളുമുണ്ട്, അവെയർനെസ് ഇല്ലാത്ത വ്യക്തികളുമുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് സ്വയം ഒരു ബുദ്ധിമുട്ട്, ഒരു ആത്മീയ ബുദ്ധിമുട്ട് താൻ അനുഭവിക്കുന്നുണ്ട് എന്ന അവെയർനെസ് ഉള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം ആ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, അതായത് നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഭയം അല്ലെങ്കിൽ ദേഷ്യം, നിരാശ, സങ്കടം, പ്രത്യാശയില്ലായ്മ, അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള, കാരണം നെഗറ്റീവ് ഊർജം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയിലേക്ക് നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറയുന്നത്.
അപ്പോൾ നെഗറ്റീവ് ഊർജ്ജം ഈ വ്യക്തിയിലേക്ക് കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നത് ഈ വ്യക്തിയിൽ പ്രവേശിച്ചിട്ടുള്ള ദുഷ്ടാരൂപിയാണ്. അപ്പോൾ തന്നിൽ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന അവെയർനെസ് ഉള്ള തിരിച്ചറിവുള്ള ഒരു വ്യക്തിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള സാഹചര്യം ഒരു വളരെ കൂടുതലാണ്, താരതമ്യേന കൂടുതലാണ്. കാരണം അത്തരത്തിലുള്ള ആ ഒരു അവെയർനെസ് ഉള്ള വ്യക്തിക്ക് മനസ്സിലാവും, കാരണം താനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരു പ്രശ്നത്തിലാണ്, തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ വ്യക്തി വളരെയധികം അന്വേഷിക്കുന്നുണ്ടാവും, കാരണം സീക്ക് ചെയ്യുന്നുണ്ടാവും, ഞാനൊരു ട്രബിളിലാണ്, ഐ വാണ്ട് ടു ഗെറ്റപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ആ ഒരു സൊല്യൂഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി കൂടുതലായിട്ട് ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എങ്കിലും, കാരണം നെഗറ്റീവായിട്ടുള്ള ചിന്തകളായിരിക്കും, അലസതയുടെ ചിന്തകളായിരിക്കും, അതേപോലെ ദേഷ്യം, നിരാശയായിരിക്കുമോ, പ്രാർത്ഥിച്ചാലും പുറത്തു വരാൻ സാധിക്കുമോ എന്നുള്ള പ്രത്യാശയില്ലായ്മയായിരിക്കും. പക്ഷേ എങ്കിലും ആ ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ആഗ്രഹം, ആ ഒരു പുറത്തു വരണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം, അത് മുമ്പിൽ വെച്ച് തൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ഒരു എനർജി, ആ ഒരു ശക്തി, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ശക്തി, അതിനെയും അവഗണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു വിൽ പവർ കാണിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഒരു പരിധിവരെയും തീർച്ചയായിട്ടും എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനയിൽ മുഴുകാനും അതേപോലെ വചനം അനുസരിക്കാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും ഒക്കെ പരിശ്രമിച്ചു കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇതിൽ നിന്ന് വേഗം പുറത്തു വരാനായിട്ട് സാധിക്കും. പക്ഷേ ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉള്ള ആളുകളാണ് കുറേ കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത്. കാരണം തങ്ങൾ ഇത്തരത്തിലൊരു ഒരു ആത്മീയ ബന്ധനത്തിലാണ്, അല്ലെങ്കിൽ ഒരു പൊസസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് തങ്ങളിലുണ്ട് എന്നുള്ള തിരിച്ചറിവില്ലാതെ അതിൽ മുഴുകിക്കഴിയുന്ന വ്യക്തികളുമുണ്ട്. കാരണം അവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്, നിരാശയിൽ മുഴുകിക്കിടക്കുകയാണ്, അതിൽ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെ മറ്റുള്ളവരെ തളർത്തിക്കളയുന്നതും, അതേപോലെ സങ്കടത്തിൻ്റെ, നിരാശയുടെ, ദേഷ്യത്തിൻ്റെ, പ്രൊവോക്കേഷൻ്റെ അത്തരത്തിലുള്ള വാക്കുകളാണ് ഉള്ളിൽ നിന്ന് വരുന്നത് എങ്കിൽ കൂടി ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, എനിക്ക് ഇതിൽ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്ത ഇല്ലാത്ത വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിനപ്പുറത്തേക്ക് മാറാനായിട്ടും സാധിക്കില്ല എന്ന് ചിന്തിച്ച് ആ ഒരു ചെളിയിൽ അകപ്പെട്ട് കുടുങ്ങി വീണ് കിടക്കുന്ന തരത്തിലുള്ള അവസ്ഥയുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള ഒരു എഫേർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അധികം ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ആ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ, ഒരുപക്ഷെ അവരുടെ കുടുംബത്തിലുള്ളവർ, അവരുടെ വേണ്ടപ്പെട്ടവർ, അവരെ സ്നേഹിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി അവരുടെ ഉള്ളിലേക്ക് പതുക്കെ കടന്നു ചെല്ലുകയും അത് പതിയെ പതിയെ അവരുടെ ആ ഒരു പരിവർത്തനത്തിനും അവരുടെ ഒരു മാറ്റത്തിനും കാരണമാകുന്നത്. അങ്ങനെ മറ്റുള്ള വ്യക്തികൾ ആണെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മനമുരുകി ഹൃദയമുരുകി ഒരുപാട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അവരോടും കരുണ കാണിച്ച് ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി അവരുടെ ഉള്ളിലേക്ക് ഒഴുക്കും. അപ്പോൾ ഇതാണ് ഒരു രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ആ ഒരു ആളുകൾ ഈ ഒരു അവസ്ഥയിൽ കൂടി പോകുന്നത്. ഇനി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ പോകുന്നൊരു വ്യക്തി, ആ വ്യക്തി ഡെസ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി ആയിരിക്കുന്ന ബന്ധനത്തിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും തുടർന്നുള്ള പ്രാർത്ഥനയിൽ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ചൈതന്യം, ആ ദൈവിക കൃപ, ആ ചൈതന്യം കൂടുതലായിട്ട് ഇറങ്ങി വരുംതോറും ഈ അകത്ത് പ്രവേശിച്ചിരിക്കുന്ന ഈ ഒരു ദുഷ്ടാരൂപിയുടെ ആ ഒരു ശക്തിയേക്കാൾ ഉപരിയായിട്ട് ദൈവിക ചൈതന്യം ആ വ്യക്തിയിൽ ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ആ ദുഷ്ടാരൂപിക്ക് ആ വ്യക്തിയുടെ ഉള്ളിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ദുഷ്ടാരൂപി എത്രമാത്രം പവർഫുള്ളാണോ അതിലും കൂടുതലായിട്ട് പ്രാർത്ഥനയിലൂടെയും ദൈവത്തെ ധ്യാനിക്കുന്നതിലൂടെയും വചനം അനുസരിക്കുന്നതിലൂടെയും ആ ഒരു വ്യക്തി ആ ദൈവ ചൈതന്യം, ദൈവകൃപ ആ വ്യക്തിയിലേക്ക് നേടാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവിക ശക്തി അവിടെ നിറയുന്നതനുസരിച്ച് അവിടെ ഇരിക്കാൻ സാധിക്കാതെ ആ ദുഷ്ടാരൂപി ആ വ്യക്തിയെ വിട്ട് ഓടിപ്പോകുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വ്യക്തിക്ക് വിടുതൽ നേടാനായിട്ട് സാധിക്കും. പക്ഷേ പലപ്പോഴും കാണാൻ സാധിക്കുന്നത് കുറേ കൂടി ആ ഒരു തീക്ഷ്ണത കൂടിയ, ഇൻറ്റൻസിറ്റി കൂടിയ തരത്തിലുള്ള ഒരു ഈവിൽ സ്പിരിറ്റിൻ്റെ ഒരു പൊസഷൻ ആണെങ്കിൽ ആ വ്യക്തിക്ക് സ്വയമേ അത്തരത്തിൽ പ്രാർത്ഥിച്ച് പുറത്തു വരാനായിട്ട് സാധിക്കില്ല. കാരണം അത്തരത്തിലൊരു ആത്മീയ ബന്ധനത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവകൃപയെ ഈ ദുഷ്ടാരൂപി തടസ്സപ്പെടുത്തിയിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാത്രം, ആ പാത്രത്തിന് ഒരു മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂടി ഒരു അല്പം മാത്രം അകറ്റി കഴിഞ്ഞാൽ അതിലേക്ക് അതിൻ്റെ
മുകൾ ഭാഗത്ത് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം അതിലേക്ക് വരും. ആ പാത്രം കുറേയും കൂടി നീക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളം വരും. അത് പിന്നെയും നീക്കിക്കഴിഞ്ഞാൽ വെള്ളം അതിൽ സമൃദ്ധമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലാണ് ദൈവകൃപ ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയിലേക്കുള്ള ദൈവകൃപയുടെ, ദൈവശക്തിയുടെ, ദൈവചൈതന്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ഒഴുക്കിനെ കുറക്കുന്നതാണ്. നമ്മൾ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം റോമറുടെ വചനം 5:5 പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ ലജ്ജിതരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നുവല്ലോ. ആമേൻ. അപ്പോൾ അത്തരത്തിലാണ് ദൈവിക സ്നേഹം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നത്. കാരണം നമ്മൾ വചനം അനുസരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ഒരു വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ ഒരു ദൈവ സ്നേഹം ഒഴുകി വരുന്നത്. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ഊർജ്ജം, ദൈവസ്നേഹത്തിൻ്റെ ശക്തിയാണ് ഒരു മനുഷ്യനെ ആത്മീയമായിട്ട് ബലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വചനത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു ദുഷ്ടാരൂപിക്ക് ആക്രമിക്കാനോ ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കാനോ സാധിക്കില്ല. കാരണം അത്തരത്തിൽ ദൈവിക ചൈതന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ പരിസരത്ത് അടുക്കാൻ പോലും ഒരു ദുഷ്ടാരൂപിക്ക് സാധിക്കില്ല. അപ്പോൾ അവൻ്റെ പാപം കൊണ്ട് അവൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിരാശയിലൊക്കെ ആയിരുന്നുകൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ ആ ചൈതന്യം നഷ്ടപ്പെടുത്തി കഴിയുമ്പോഴാണ് ആ ദുഷ്ടാരൂപി ആ വ്യക്തിയിൽ പ്രവേശിക്കുന്നതും അവൻ്റെ ഉള്ളിൽ കയറി ആ ദുഷ്ടാരൂപി ശക്തി പ്രാപിച്ചുകൊണ്ട് ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് പരിശ്രമിച്ച് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് കൂടുതൽ പരിശ്രമിച്ച് ഒരുപാട് തീർച്ചയായിട്ടും എഫേർട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ആ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഊർജം ആ വ്യക്തിയെ തിന്മയിലേക്ക് നയിക്കുന്നതും, പക്ഷേ ആ വ്യക്തിയുടെ ആഗ്രഹം കാരണം ആ വ്യക്തി പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥനയിലൂടെ ദൈവിക ഊർജം കരസ്ഥമാക്കി ആ വ്യക്തിക്ക് നാച്ചുറലായിട്ട് ആ ദുഷ്ടാരൂപിയുടെ പ്രവൃത്തി കാരണം തിന്മയിലേക്കുള്ള ചായ്വ് വരുമ്പോഴും ആ ഒരു വളരെയധികം ആ ദൈവത്തിൽ കഠിനമായി ആശ്രയിച്ചുകൊണ്ട് ആണ് ആ വ്യക്തിക്ക് ആ തിന്മയുടെ ശക്തിയെ എതിർത്ത് നിന്നുകൊണ്ട് ആ ഒരു നന്മയിലായിരിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുള്ള ഊർജമാണ് ആ വ്യക്തിയിലേക്കുള്ള ചിന്തകളെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമാണ് ആ വ്യക്തിയിലേക്ക് നിറഞ്ഞതെങ്കിൽ ആ വ്യക്തിയുടെ വരുന്ന ചിന്തകളെല്ലാം നെഗറ്റീവായിരിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതവും വളരെയധികം നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഡൗണായി ഡിപ്രസ്ഡ് ആയിട്ട് താഴേക്ക് പോകും. പക്ഷേ ആ താഴേക്ക് പോകുന്നതിനെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് ദൈവവചനം അനുസരിക്കുന്നതിലൂടെയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയാണ്. അതേപോലെ തീർച്ചയായിട്ടും ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ദുഷ്ടാരൂപിയുടെ ആ സ്ട്രെങ്ത്ത് വളരെ ശക്തി കൂടിയ ഒരു ദുഷ്ടാരൂപിയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു വിടുതൽ ശുശ്രൂഷ അല്ലെങ്കിൽ വിടുതൽ പ്രാർത്ഥന തന്നെ വേണ്ടി വരും. കാരണം ആ ദുഷ്ടാരൂപിയുടെ ശക്തിയെ എതിർത്ത് നിൽക്കാൻ തക്കവണ്ണം ഈ ഒരു പൊസസ്ഡായ വ്യക്തിക്ക് ആ പ്രാർത്ഥനാ ജീവിതവും ശക്തിയും അത്രമാത്രം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു വ്യക്തിയിലാണ് തീർച്ചയായിട്ടും ആ ഒരു അരൂപി പ്രവേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് തീർച്ചയായിട്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ നോക്കിയാലും അതേപോലെ വിടുതൽ പ്രാർത്ഥന സമയത്തും, കാരണം ആ ഒരു ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്ന അതിൻ്റെ ശക്തിയിലൂടെ ആ ഒരു വിടുതൽ പ്രാർത്ഥനയിലൂടെയൊക്കെ ആ ഒരു അത്തരത്തിൽ പൊസസ്ഡായ വ്യക്തികൾക്ക് ആ ഒരു വിടുതൽ നേടിക്കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന അനേകം വ്യക്തികൾക്കാണെങ്കിലും പലതരത്തിലുള്ള ആ ഒരു തിന്മയുടെ ശക്തിയാലും തിന്മയുടെ ആ ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് വിടുതൽ ലഭിക്കാനായിട്ട് ദൈവം കൃപ അയക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ആമേൻ.